ഇത് അവര് പാക്കിങ്ങിനെ വെച്ചേക്കണേണോ? ഇതിന്റെ ഉള്ളിൽ സോഫ്റ്റാണ്. അല്ല സോറി, ലഞ്ചെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. സൗണ്ട് ഓർക്കലച്ചോ. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തു നിന്ന് കാണിക്കണം. അതാണ് കുറച്ചേരം നോക്കി. ഞാനിത് പിടിക്കണ്ടല്ലോ. നീ പിടിച്ചാ ലച്ച അവിടെ ഇരുന്നോ. നിങ്ങൾ എന്തായാലും ഇങ്ങനെ കാണിക്കണം. ഞാൻ ചിരിച്ചോണ്ടിരിക്കാം. എങ്ങനെ ഇങ്ങനെ നിന്റെ പല്ലിയിലൊക്കെ ചിരിക്കണ്ടെങ്കിൽ ഇങ്ങനെ നിന്നാ മതി. അതൊന്നും ഇടരില്ല കേട്ടോ നീ. അപ്പൊ ഇത് ഉണ്ടാക്കിക്കോ. നിന്റെ വീഡിയോ നിന്റെ ഫോണിൽ എടുക്കണോ? ചരിച്ചു വെച്ചിട്ട് വേണോ? വേണ്ട, പാടാണ്. അപ്പൊ വീഡിയോ തുടങ്ങാം. തുടങ്ങിക്കോ. ആർ യു റെഡി? നമ്മൾ ഇന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോ നമ്മള് ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. വെള്ളം പോണ്. ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതും നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാൻജിയോ എല്ലാവർക്കും അറിയാലോ, പുള്ളി ഒരു ട്രാവൽ വ്ലോഗ് ഇട്ടിട്ടുണ്ടായി. മതിയോ? എന്നാ അങ്ങനെ എന്നാ പറഞ്ഞു തരണ്ടേ മിസ്റ്റർ പ്രമോദ് കേസ് കഞ്ഞത്തറ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് സാൻഡ്വിച്ച്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഫിഷ് സാൻഡ്വിച്ച്. അപ്പൊ ട്യൂണ സാൻഡ്വിച്ച് ആണ് എപ്പോഴും ഞാൻ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത്. പക്ഷെ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഈ ഒരു സാൻഡ്വിച്ച് ആണ്. ഇത് ട്യൂണ വെച്ചല്ലേ ചെയ്തിട്ട് എല്ലാരും ചെയ്യാറ്. ഇത് എന്ത് മീനാ എടുത്തേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു അയിലയും വറ്റയും ചേർന്ന പോലത്തെ ഒരു മീനാണ്. ശരിക്കും ഇതൊരു അയില തന്നെയാണെന്നാ പറയണത്. പക്ഷെ വറ്റയുടെ പോലെ ഇവിടെ ഒരു മുള്ള് ഇരിക്കുന്നുണ്ട്. പിന്നെ ലുക്കില് ചെറുതായിട്ടൊരു അയിലയാണ്. എനിക്ക് കറക്റ്റ് ഇതിന്റെ പേരറിയില്ല. പക്ഷെ എല്ലാരും ഭയങ്കര ഇതാണ് പറയണത്. അത് എപ്പോഴും കിട്ടാത്ത മീനാണോ? എനിക്കിവിടെ അയാൾ അങ്ങനെ പറഞ്ഞത് അയാളല്ലടി അവിടെ മേടിക്കാൻ വന്ന ഒരു സ്ത്രീ. നല്ലതായിരിക്കും. ഒരാൾ തട്ടിയിട്ടൊക്കെ പറഞ്ഞു ഞാൻ മേടിച്ചാണ്, നല്ല മീനാണ്, ഭയങ്കര വറക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഇത് ആദ്യം ഇട്ടാണ് ഇട്ടത് വാങ്ങണം. ചിലപ്പോ ഇത് വരണില്ലേ, ഇനി കണ്ടാ മേടിക്കിട്ടാ എനിക്ക് കറി ഉണ്ടാക്കാനാ. കറി ഉണ്ടാക്കണൊക്കെ വറക്കാൻ. അപ്പൊ നീ എന്താ ചെയ്യാൻ പോണ? അപ്പൊ ഞാനിത് ക്ലീൻ ചെയ്യാൻ പോണേ. ആദ്യം ഞാൻ ഇതിന്റെ വാലൊക്കെ വെട്ടാൻ പോണേ. ഭയങ്കര മണമാണ് കേട്ടോ മീൻ. അമ്മേ ഓ, എന്റെ മൈക്കോണല്ലേ ഇത് കേട്ടാ. എടി അങ്ങനെയല്ല, താഴ്ത്തു വെച്ചിട്ട്. അല്ല, ഇത് കളയാനാണ്. അതങ്ങനെ കളയണ്ട, നീ ഇത് തല അറുത്തട്ടെ. അല്ലെന്ന്, ഈ മുള്ളു മാത്രമേ കളയണുള്ളൂ. ഇത് മൈക്കോണാണ് എന്റെ. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റൂല. കൈ പോകാൻ സാധ്യത പിന്നെ ഓ, നല്ല മൂർച്ചയായിട്ട് ചെയ്തിട്ട കത്തി. ഭയങ്കര നല്ല ഫ്ലഷ് ആണ്, നോക്കിയേ. എന്നിട്ട് നമുക്ക് ഇതിന്റെ തലയും കളയാം. എനിക്കിത് കറി വെക്കാനൊക്കെ അടിപൊളിയായിരിക്കും തല.
ഓക്കെ, ഇത് കഴിഞ്ഞു. ഇങ്ങനെ കിടത്തി വെച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണ്. പാവല്ലേ. ലച്ചു ടിഷ്യൂ പേപ്പർ എടുത്ത് വേടാ അമ്മക്ക്. ഇതാട്ടാ ചട്ടി മാറ്റി അവിടെ നിന്ന് ചട്ടി മാറ്റി. കൈ നോക്കണേ. അറിയോ ഞാൻ തന്നെ ചെയ്യണോ ഇനി? കത്തിക്ക് നല്ല മൂർച്ചയുണ്ടല്ലോ. ഞാൻ മൂർച്ച കൂട്ടി ഒരു പേപ്പർ ഇട്ടത് എന്താന്നറിയോ? അല്ലെങ്കിൽ അവിടെയൊക്കെ മണോ. സെറ്റായാ? നമുക്കൊരു കത്തി മേടിക്കണം ചെയ്തേട്ടാ. നമ്മുടെ കത്തി നല്ലടി. ഓ എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ അവിടെ സൂക്ഷിക്കണം. അവിടെ നിന്നാണ് ഫ്ലഷ് പോകാൻ സാധ്യത. കഴിഞ്ഞത് ആ സിങ്കിലുള്ള ചട്ടിയിലോട്ട് ഇട്ടോ. എടി നിന്റെ നടുക്ക് ഈ സാധനം ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ പറിച്ചു കളയോ? മാറി ലച്ചു മാറിക്കേടാ. പേപ്പറിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് നമ്മള്. വീഡിയോ കിട്ടണുണ്ടാടാ പിന്നെ. ഇന്ന് വീട് മൊത്തം മീനാറ്റായിരിക്കും. പിന്നെയില്ലേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുള്ളെല്ലാം നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യണം. കാരണം നമ്മൾ സാൻഡ്വിച്ചിൽ മുള്ളൊന്നും പെടാൻ പാടില്ല. ഇത് കണ്ട ഇതുപോലെ. പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചൊന്നിങ്ങനെ നോക്കുക അറൗണ്ട് എന്തെങ്കിലും കൊള്ളണുണ്ടോ മുള്ള് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നാരങ്ങ വെച്ചിട്ട് കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്യണുണ്ട്. അപ്പൊ മണം ഉണ്ടാകും. അതുപോലെ നമ്മള് നാരങ്ങയൊക്കെ അതെല്ലാവരും ചെയ്യണതാ. മോനെ ഇത്തിരി മുറിച്ചെടുക്കും മോനെ നാരങ്ങ. പിന്നെ നമ്മള് പിഴിഞ്ഞതിന്റെ ബാക്കിയില് ഇങ്ങനെ മീനൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ആ സിങ്കിലൊക്കെ ഇട്ടൊന്ന് ഇതാക്കി കഴിയുമ്പോ ആ മണം അങ്ങോട്ട് പോകും. നമ്മൾ എത്ര മീൻ വെട്ടിയാലും നമ്മുടെ കൈ ഉളുമ്പ് മണം ഇരിക്കും. അതായത് കുളിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച്. ഇതിപ്പോ നമ്മള് സാൻഡ്വിച്ച് ഉണ്ടാക്കണതിന്റെ ഓണാണോ? സാൻഡ്വിച്ച് ഉണ്ടാക്കണതിന്റെ മെയിൻ റീസൺ, അതായത് ഫിഷ് സാൻഡ്വിച്ച് ഉണ്ടാക്കണതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാൻജിയോ എല്ലാവർക്കും അറിയാലോ, പുള്ളിക്കാരൻ ഒരു ട്രാവൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് പുള്ളിക്കാരൻ ഒരു പാലത്തിന്റെ അടിയിൽ അവര് ക്യുക്കായിട്ട് ഇങ്ങനെ എവിടെ പോയപ്പോഴും ടർക്കി ഇസ്താംബുൾ അവിടെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തേടെ മൊത്തത്തില് ഇതുപോലെ നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മള് എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. മുള്ളൊന്നും ഇല്ല എന്നുള്ള ഒരു 98% എനിക്ക് ഉറപ്പാണ് കേട്ടോ. അതുപോലെ നമുക്ക് 2 മീനായതുകൊണ്ട് നമുക്ക് 4 ഇതാ കിട്ടിയേക്കണത്. 4 സൈഡ് കത്തിച്ചു. ഈ ഫിഷ് ഒന്ന് എത്രണ്ണം ഇട്ട് വറുത്തെടുക്കുക? 2 ചെയ്താൽ മതിയാ, അല്ലെങ്കിൽ പിന്നെ ആകെ ഇതാവും. നമ്മള് ഉപ്പും ഇതും പരട്ടണ്ടേ? അത് ശരിയാണല്ലോ. ഉപ്പും കുരുമുളകും പരട്ടിയെടുക്കും. അല്ലെങ്കിൽ ഇട്ടതിന് ശേഷം വെതറിയാ മതി. മതി, അവരങ്ങനെ ചെയ്തത്. മോനാണ് കേട്ടാ. ഇങ്ങനെ ഇടട്ടെ. ഉപ്പിട്ടോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുമ്പം, അല്ല സോറി, ലഞ്ച് എന്ന് പറയുമ്പോ ഇതാണ് കേട്ടാ. കുറച്ചും കൂടെ അധികം ഉപ്പിട്ടോ? ഏതാ വിശക്കണുണ്ടാടാ പറഞ്ഞ? നല്ല മണം മണ്ണുണ്ടല്ലോ. 1:30 ആണോ ഇത് കേട്ടാ? ആയിട്ട സാധനം എടി ആയടി. അതെല്ലാം മറിച്ചിട്ട് വളരെ പെട്ടെന്നായല്ലോ. ഫിഷ് വേഗാവൂല. വെച്ചക്കണുണ്ടോ? വെച്ചക്കണം, എന്നാലാണ് ഈ അരി പിടിക്കാതെ. ഇല്ല, ആണോ? ഒരെണ്ണം ഇങ്ങനെ ഇടണം. പൊട്ടിപ്പോയെങ്കിൽ പേടിയ. ഇത് പെട്ടെന്നാവും. എന്താന്നറിയോ? വേണ്ട മോനെ.
അയ്യോ നമ്മളെ ഈ കാസ്റ്റൈൻ മയങ്ങി ആവണുള്ളൂ. ഓഫ് ചെയ്തത് ഓഫ് ചെയ്യാം. നമ്മള് ബ്രെഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് നമ്മൾ വാങ്ങിയേക്കണം. ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് എന്റെ കയ്യിൽ തന്നെ പിടിക്കണത്. ഇതിന്റെ പേര് എന്തെന്നാണ്? സ്മോൾ ഫ്രഞ്ച് ബ്രെഡ്. ഫ്രഞ്ച് ലോഫ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഈ നീട്ടമൊക്കെ കണ്ടിട്ട് വലിയ കാശൊന്നും ഇല്ല, ആകെ 15 രൂപയേ ഉള്ളൂ. ലച്ചു പറയണ ഇതിനേക്കാളും വലുത് കണ്ടു, അതിന് 25 റുപ്പീസ് ഉള്ളൂ എന്ന് അവള് പറയുന്നുണ്ടായി. അതെ അതെ, ഞങ്ങള് അതാണ് ആദ്യം എടുത്തത്. അപ്പൊ പിന്നെ ഞാൻ ഇത് മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ പറയൂ ഇതെന്ത് കട്ടിയുള്ള ബ്രെഡാണ്, ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ ഇതും കൂടി മേടിക്കാം. ഇതിലാണ് നമ്മൾ രണ്ടെണ്ണം അല്ലെ, ഇതിൽ 2 ഉണ്ടാക്കാൻ ലച്ചൂന്ന് ചെയ്തു തരണം. എനിക്ക് ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള സംഭവം കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പൊ അതിന് വേണ്ടി ചെയ്തു കേട്ടോ എന്റെ മനസ്സറിഞ്ഞ് മേടിച്ചു തന്നതാണ് ഈ ഒരു ബ്രെഡ്. ഇത് ശരിക്കും നമ്മളിങ്ങനെ എന്താണ് ചെയ്തത്, ചിക്കൻ സാൻഡ്വിച്ച് അല്ലല്ല, റോളാ, അങ്ങനെയൊക്കെ നമ്മള് ബേക്കറിന്നൊക്കെ മേടിക്കൂലേ, ആ ഒരു ബ്രെഡാണ്. ഇതിന് ഇത്തിരി വിലയുണ്ടല്ലോ, 45 രൂപ. 3 ആ ഇത് ഇങ്ങനെ ഒരു, എനിക്കിത് തികയോ, എനിക്ക് 2 വേണം. എനിക്ക് വിശക്കും. ആണോ? അല്ല ഇങ്ങനെ 1 2 3 4 6. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ വൈറ്റ് ഫിംഗർ റോൾ എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ ഇതെല്ലാം മേടിച്ചേക്കുന്നത് ലുലുന്നാണ് മേടിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ കാണിച്ചു തരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുത്തേക്കുന്നത് ചീസി മയണൈസ് 60 രൂപ. പിന്നെ ഇത് ഞാൻ നോക്കാം, നിങ്ങൾ പറഞ്ഞു തരണ്ട. സ്പാനിഷ് സ്ലൈസ്ഡ് ഗ്രീൻ ഒലീവ് സാലഡ് 56 രൂപ. നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം, കുക്കുംബർ ഒക്കെ വെക്കാം. പിന്നെ ഇത് മിന്റ് മയോ ഓൺലി 22 റുപ്പീസ് ഉള്ളൂ. പിന്നെ നമ്മള് ടൊമാറ്റോ, ലെറ്റസ്, ഓണിയൻ. ഇത് ഓണിയൻ നീ മറ്റതുപോലെ സാലഡ് പോലെ ഉണ്ടാക്കി അത് ഉണ്ടാക്കണോ അല്ലെ? വെറുതെ വെച്ചാൽ മതിയാ. പുറത്തുനിന്ന് കൊതുക് നന്നായിട്ട് കേറുന്നുണ്ട്. അടർത്തിയായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ക്യാബേജിന്റെ നമ്മൾ കളയില്ലേ, ഒരു 4 എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇത്രയും കളയുള്ളൂ കേട്ടാ. ഇതാ നമ്മള് ക്യാബേജ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ആ പുറത്തിന്റെ ഇത് അങ്ങോട്ട് കളഞ്ഞു. ഇത് കോഴി ഉണ്ടെങ്കിൽ കൊടുക്കരുത്, ഫിഷ്യൂ കോഴി. അപ്പൊ ഇത് നമുക്ക് വേണം. ഇത് എന്തിലേക്ക് മാറ്റരുത് കേട്ടാ. ഇതെല്ലാം ഇങ്ങനെ ആക്കി വെക്കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണിയൻ ടൊമാറ്റോ ചെയ്യാം. അല്ല വേണമെങ്കിൽ ഓണിയൻ സെറ്റ് ചെയ്തോ. ഓണിയൻ സെറ്റ് ചെയ്യാം. ഒരു മണിയായല്ലോ ലച്ചു. ഒണിയൻ അങ്ങനെ തന്നെ വെക്കണോന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാട്ടോ. ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കൂലേ. എന്റെ മേക്കപ്പ് ഒക്കെ പോയപ്പോ നിങ്ങൾക്ക് സമാധാനം. സോയാ സോസ് ഒഴിക്കണോ? ഇത് കാണിച്ചു കൊടുക്ക്. സോയാ സോസ് ഇല്ല ചേട്ടാ, ചില്ലി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും ഇത് കിടപ്പുണ്ട്, ഒരു കുരു കിടപ്പുണ്ട്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, ഞാനിപ്പോ നാരങ്ങ ഒഴിച്ചത്, വിനീഗറാണ് കൂടുതൽ നല്ല. ഇവിടെ കിട്ടൊക്കെ കൊതുക് കടിക്കത് എന്തെന്നാണത്, ഇഞ്ചക്ഷൻ വെക്കണോ? ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്യും. ഇത് വേണ്ട അല്ലേ, ഇത് വേണ്ട, അത് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. 2 തരം തക്കാളി ഉണ്ടടി. ഇത് ഹൈബ്രിഡ് ആണ്. പിന്നുള്ളത് സാമ്പാർ തക്കാളി. അതാണ് കറിക്കൊക്കെ പുളിയൊക്കെ വരാന്. ഇത് അത് പറ്റൂല ഇത് കേട്ടാ. അത് നമുക്ക് ചെമ്മീനും മാങ്ങയൊക്കെ കറി വെക്കാം, അങ്ങനെയൊക്കെ കറിക്കൊക്കെ പറ്റിയത്. ഇത് സാലഡൊക്കെ. തക്കാളി കൊഴപ്പില്ല, ഞാൻ ഓക്കെ അല്ലേ? ഞാൻ തുറന്നാ ആണല്ലേ. ഇത് അവര് ഇങ്ങനെ വെച്ചേക്കണേണോ? ഇതിന്റെ ഉള്ള് സോഫ്റ്റ് ആണോ? ഓ, ഇതെന്താണ് ചേട്ടാ?
മരക്കല്ല് പോലെ ഉണ്ടല്ലോ. ചെയ്താണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബാ രസം മാറുന്നത്. ഇനി ഇത് കട്ട് ചെയ്യണോ? 2 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്യണം, നടുക്കുന്നും കട്ട് ചെയ്യണം. അയ്യോ നമുക്ക് ഒന്ന് കത്തിക്കട്ടെ. നടുക്കെന്നും ഇതാക്കണം. അത് വിടിയിക്കണമെന്നില്ല. അതായത് ഇങ്ങനെ മുറിച്ചാൽ മതി, ഇത്ര. എന്നിട്ട് വിടർത്തി എടുത്താൽ മതി. ഇങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്യണ്ട. കൈ നോക്കണേ. എങ്ങനെയുണ്ട് ഈ അത്ര മതി. ഒരു ചെറുതായിട്ട് അത്ര മതി അല്ലേ? ചൂടാക്കിയത് ഏത് പാൻ ചൂടാ വെക്കട്ടെ. കമഴ്ത്തി വെക്ക്. അങ്ങനെയല്ലടി, ഇങ്ങനെ തുറന്നു വെക്ക്. ഇങ്ങനെ വെക്ക്. വിട്ടുപോരോ? അങ്ങനെ പിടിച്ചില്ല. ഇനി ഇതൊന്ന് മുറിച്ചു തരുമോ? മെസ്സി ആയിട്ട് അങ്ങോട്ട് പോയേ. പിന്നെ ബ്രെഡ് കട്ട് ചെയ്യാനും അത്ര വലിയ വശമില്ല. കത്തിക്ക് മുറിച്ചില്ല. അപ്പുറത്തേക്ക് പൊക്കോ. ആ പൊക്കോ, പോണേ പൊക്കോ. അപ്പൊ ഞങ്ങൾ ഇനി ബ്രെഡ് ഒക്കെ റെഡി ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ എല്ലാം നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡും ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്ന് അസംബിൾ ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. അപ്പൊ ഫസ്റ്റ് മിന്റിന്റെ മയം ഉണ്ടാ നമ്മൾ മേടിച്ചേക്കണം. കുറച്ച് ഒരു സൈഡ് എല്ലാം നമ്മള് കുറച്ചാണ് കേട്ടോ എടുത്തത് അല്ലേ? ഇത് കേട്ടോ ഇതുപോലെ അങ്ങനെ തേച്ചിട്ട് ഇതൊക്കെ ഇത്തിരി ക്ലോസറ്റിൽ എടുത്തത്. എന്നോട് ലാസ്റ്റ് ഇത് പറഞ്ഞു തന്നത് എങ്ങനെയാന്നറിയോ? എല്ലാം വെച്ചിട്ട് എന്നാ പറഞ്ഞു തന്നത്. വെക്കട്ടെ. ഇനി ഒരു ലീഫ്. ഇനി എന്തെന്നാ തക്കാളി. ഇനി ഒലിവ് ഇവിടെ വെച്ചാലോ? ഒലിവ് അവിടെ വെക്കാൻ. ഇത് കുറച്ച് അതിന്റെ പൊക്കത്തോട്ട്. ഇനി എന്തെന്നാണ് ഒലിവ് 2 വെച്ചോ. 2-3 വെച്ച് കൊടുക്കുക. വേറെ എന്തോ ക്യാപ്സിക്കം. ഇത് നിനക്കാണെന്ന് നിനക്ക് വെക്കട്ടെ. ഇനി ഇത് ഇവിടെ വെച്ചേക്കാം. തന്റെ റാപ്പ് ചെയ്ത് ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നു, എടുത്തു വന്നിട്ട് റാപ്പ് ചെയ്യും. അത് അച്ഛൻ ചെയ്യും. ഇതാ ഇത് വെച്ചു. പിന്നെന്താണോ വെച്ചത്? ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ. നീ അതെങ്ങനെയാണെങ്കിൽ അസംബിൾ ചെയ്തോ. ഫിഷ് വെച്ചു. ഇത് വെച്ചില്ല. അത് ഒലിവ്. അടക്കട്ടെ. ഇങ്ങനെയാണല്ലേ? ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക അച്ഛാന്ന്. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ ചെയ്തടാ വേറെ ആരുമായി. ഇനി അച്ഛനും അമ്മക്കും വേഗം ഉണ്ടാക്കട്ടെ, അവർക്ക് കഴിക്കാലോ. അപ്പൊ നമ്മളിതേ നമ്മുടെ ഫിഷ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും കൊതി കുത്തിയിരിക്കണം. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അതെ നമ്മള് ഇതെന്ന് വെച്ചാൽ ഇത് ഞാൻ വെറുതെ എല്ലാം കൂടി വന്നതൊന്നും വെറുതെ ഫിഷ് ഒന്നും ഇല്ല. അപ്പൊ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇസ്താംബുളിൽ പോയില്ലെങ്കിൽ നമുക്കത് ഇവിടെ ഉണ്ടാക്കണമല്ലോ അല്ലേ?
നീ അവിടെ ഇരുന്നോ, ഞാൻ അവിടെ വരാം. എന്നാടാ കുഞ്ഞ, ഏതാടോ അവളുടെ? ആ അതല്ലേ ലച്ചുവിന്റെ. എല്ലാം സെയിം പോലെ തന്നെ ഞാൻ വെച്ചേക്കണം. എല്ലാരും എടുത്ത് പിടിച്ചോ. എവിടെ ഇരുന്നോ? അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടാ? ഇത് കണ്ട ഫിഷ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ. ഉണ്ടാ, കഴിച്ചോക്കട്ടെ. കുറച്ച് ബാക്കിലോട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അല്ല അടിപൊളി. ഇതേ പുറത്തുനിന്ന് വാങ്ങിയതാന്നേ പറയൂ. എന്താ ടേസ്റ്റ്? അതിലേക്ക് ഇത്രക്ക് ഇന്റർനാഷണൽ ആയിരുന്നു. സൂം ആവണുണ്ടാടോ? ഒരു മങ്ങല് പോലെ ഇല്ലല്ലേ? അടിപൊളിയാണ്. എനിക്കത് അയിലൊക്കെ മേടിച്ചാൽ ഇങ്ങനെ അയില കഴിക്കാൻ പറ്റില്ല, എന്നാലും അടിപൊളിയാണ് കേട്ടാ. അയ്യോ പോയേ. ഇടാ ഇത് കറക്റ്റ് കിട്ടിയാ? ഞാൻ എന്റെ ഫോൺ എടുത്തിട്ടുണ്ടോന്ന് ഇങ്ങനെ പിടിക്കണോ? നോക്കിക്കോണോ? കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടേ മര്യാദക്ക് വന്നില്ലെങ്കിൽ അതെനിക്ക് സങ്കടം. നിക്കട്ടെ, ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുക്കട്ടെ. എന്റെ മീൻ പോയി. എനിക്ക് എന്റെ ബ്രെഡ് ഇഷ്ടം. പിന്നെ എന്നാ സ്റ്റാൻഡ് തട്ടല്ലേ കേട്ടാ, ഫോൺ താഴെ പോവും. ഇതാണ് ഇതിന്റെ ടെക്സ്ചർ ഇങ്ങനെ വരുന്നത്. ഫിഷും ഒണിയനും എല്ലാം കൂടെ. നോക്കട്ടെടാ, തന്റെ നോക്കട്ടെ. നിക്കാനൊക്കല്ലേ കേട്ടാ, ആ നിക്ക അങ്ങനെ തന്നെ വെക്കാനൊക്കല്ലേ. നിക്ക് ആ നീ കഴിച്ചോ. സാരില്ല, അച്ഛൻ കഴിക്കട്ടെ, വിശക്കണല്ലേ. അത് ചെയ്തിട്ട് ഇനി ഞാൻ പറയുമ്പോ ഇങ്ങനെ നല്ല ഇതായിട്ട് കടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ പറയണം കേട്ടാ. അങ്ങനെ ഒരു ഞാനിങ്ങനെ കൊണ്ടുവരാം. നിക്കട്ടെ, അത് സൂം ആവട്ടെ. ആ നിക്കട്ടെ, ഞാൻ പറയാം. നിക്ക് എന്റെ ഇതാ ഇങ്ങനെ വായിലോട്ട് എടുത്ത് വെക്കുക, എനിക്കത് കാണാൻ വേണ്ടിട്ടാ. സൂം ആവണില്ല പണ്ടാറ്. ആ കഴിച്ചോ. അയ്യോ ഇപ്പൊ വയറ് നിറഞ്ഞിട്ട് എനിക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഇതെല്ലാം ഇതോർത്താൻ കഴിച്ച വയറ് നിറയും. ഞാൻ ആദ്യം വിചാരിച്ച എനിക്ക് വയറ് നിറയൂല. ലച്ചുവിന്റെ വയറ് നിറഞ്ഞു കേട്ടാ. ചെയ്തിട്ട് മൈക്ക് ഓണാണോ? എന്റെ വയറ് നിറഞ്ഞു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്, അത് ഫിഷ് സാൻഡ്വിച്ച് ആദ്യമായിട്ടാ കഴിക്കണ. എന്റെ വയറ് നിറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട്, അതായത് സാൻഡ്വിച്ച് ഒക്കെ ബർഗറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അവർക്കാണ് ഇത് ഇഷ്ടപ്പെടുക. ചെയ്തിട്ട് പറഞ്ഞാൽ എല്ലാരും ചെയ്യണം. അപ്പൊ ഞാനൊരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബർഗറോ ഒന്നും എനിക്ക് കഴിക്കും, വലിയ അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. പക്ഷെ
കഴിക്കും. അല്ല എവിടെയും പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രം ഇഷ്ടമുള്ളൂ, അല്ലാത്ത ദിവസം ഇഷ്ടമല്ല. നല്ല ചെയ്തിട്ട് ഇപ്പൊ എവിടെയും ചെയ്തിട്ട് എന്നോട് ചോദിക്കണ ബർഗർ വേണോ നിനക്ക് KFC വേണോ എന്നുവെച്ചാൽ ഞാൻ എന്താ പറയാ KFC ബർഗർ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു. ഇത് എളുപ്പമാണ്. എനിക്ക് ആദ്യമായിട്ട് ചെയ്യണോണ്ട് ചെറിയൊരു തപ്പലൊക്കെ ഉണ്ടായി. ഇനി പെട്ടെന്ന് ഒരു ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനിത് റെഡിയാക്കി എടുക്കും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഇസ്താംബുളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാലോ ഇവിടെ നിന്ന്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഈ നിസാരം ബൈ രാഗിയിലെ അടുത്തൊരു വെറൈറ്റി ഡിഷ് ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി വരുന്നതായിരിക്കും. പറയാലാ ആലോചിക്കുന്ന സമയത്ത്. അപ്പൊ സേതു തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ തന്നെ എന്താണ് ഉണ്ടാക്കാൻ തന്നെ ഇൻസ്പയർ. അപ്പൊ അതിന് സേതു തന്നെ ഒരു വലിയ താങ്ക് യു. മോട്ടിവേറ്റ് ചെയ്തു. എന്താണെങ്കിലും അപ്പൊ ഇങ്ങനെ നല്ലൊരു സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയല്ലോ. അത് തന്നെ ഒരു വലിയൊരു താങ്ക് യു സേതു ഏട്ടാ. ബൈ.